യാത്ര പല പല വാഹനങ്ങളിലാണ്. ആഗ്രയിൽ നിന്നും നേരെ മധുരയിലേക്ക്. ശ്രീകൃഷ്ണൻ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ജന്മഭൂമി മധുര. ഇന്ത്യ കാണാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവിടെ എത്തുമെന്നോ കാഴ്ചകൾ കാണുമെന്നോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ ഇവിടെ എത്തിപ്പെടുകയായിരുന്നു. 10-65 കിലോമീറ്റർ മാത്രമായിരുന്നു ആഗ്രയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം. രാവിലെ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനും കഴിഞ്ഞു. പഴയ തെരുവുകൾ താണ്ടി ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലം ചെലവഴിക്കപ്പെട്ട ഇടങ്ങളിൽ ഞങ്ങൾ പ്രവേശിച്ചു. മൊബൈലിനും ക്യാമറക്കും വിലക്കുള്ളതിനാൽ അതിനുള്ളിലെ സമയം അത്രയും ഞങ്ങൾക്ക് വളരെ റിലാക്സ്ഡായി ഫീൽ ചെയ്തു. ഡിവൈസ് കണക്ടിവിറ്റി എല്ലാം ഡിസ്കണക്ട് ചെയ്ത് ഒരുതരം സ്പിരിച്വൽ കണക്ടിവിറ്റിയാണ് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തത്. അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ മെല്ലെ നടത്തം ആരംഭിച്ചു. അത്രയും പഴയ ഒരു തെരുവ്. സൈക്കിൾ റിക്ഷകളും മറ്റും ധാരാളം കാണാം. കൃഷ്ണ കഥകളിലെ പലഹാരങ്ങളും പാനീയങ്ങളും വിൽക്കുന്ന കടകൾ. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിക്കുന്നു ഡൽഹിയിലേക്ക്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഓൾഡ് ഡൽഹിയുടെ തിരക്കിലേക്ക് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ആളുകൾ നിറഞ്ഞ ഓൾഡ് ഡൽഹി ജമാ മസ്ജിദിൽ നിന്നാണ് ഞങ്ങൾ നടത്തം തുടങ്ങുന്നത്. മസ്ജിദിൽ നിറയെ ആളുകളാണ്. ഒരു വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ അവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജമാ നമസ്കാരത്തിനായി എത്തിയവരും അല്ലാത്തവരുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിലൂടെ ചുറ്റി നടക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പല നാടുകളിൽ നിന്നുള്ളവരെ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തെരുവുകളിലൊന്നാണ് ഓൾഡ് ഡൽഹിയിലേത്. അതിനോട് ചേർന്ന് ചാന്ദിനി ചൗക്കും. ഇതിനു മുൻപും ഞാനിവിടെ വന്നിട്ടുണ്ട്. തിരക്കേറിയ ബഹളമുള്ള തെരുവുകളിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പലതരം ആളുകളെ കണ്ടുകൊണ്ട്, രുചികൾ തേടിക്കൊണ്ട്, സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ കണ്ട കാഴ്ചകളും മുഖങ്ങളും രുചികളുമെല്ലാം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കും. നമസ്കാരത്തിൻ്റെ സമയമായി വരുന്നു. ആളുകൾ അതിനായുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ അവിടെയെല്ലാം നടന്നു കണ്ട ശേഷം മെല്ലെ താഴേക്ക് തെരുവിലേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഡൽഹിയിലെ ഈ ഓൾഡ് ജമാ മസ്ജിദിൻ്റെ കാഴ്ച തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അതിൻ്റെ നിർമ്മിതിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണത്. വലിയ മിനാരങ്ങൾ, അതിവിശാലമായ അകത്തളം, മൺനിറത്തിലുള്ളത്. നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രം പോലെ പല വഴികളിലേക്ക് തുറക്കുന്ന വിശാലമായ വലിയ വാതിലുകൾ. അതെല്ലാം വലിയ തെരുവുകളിലേക്കാണ്. കച്ചവടം പൊടിപൊടിക്കുന്ന വലിയ തെരുവുകളിലേക്ക്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം മെല്ലെ ജമാ മസ്ജിദിൻ്റെ പടികളിറങ്ങി ഞങ്ങൾ ആ തെരുവിലേക്ക് കടക്കും. ഇത്രയധികം ആളുകൾ നിറഞ്ഞ തെരുവുകൾ ഇതിനു മുൻപ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ വാരണാസിയിലെ തെരുവുകളിലായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരുന്നത്. എന്നാൽ വാരണാസിയിലേതിലും അധികം ആളുകൾ ഈ ഓൾഡ് ഡൽഹിയിലെ തെരുവുകളിലൂടെ നടക്കുന്നതും കച്ചവടം ചെയ്യുന്നതുമെല്ലാം ഞങ്ങൾ കണ്ടു. പലതരം കച്ചവട സാധനങ്ങളാണ് ഇവിടെ കാണാനാകുന്നത്. ഈ തിരക്കിനിടയിലും അതീവ കൃത്യതയോടെ ഒരുപാട് ആളുകളുമായി യാത്ര ചെയ്യുന്ന സൈക്കിൾ റിക്ഷ തൊഴിലാളികളെ ഒരുപാട് നമ്മൾക്കിവിടെ കാണാനാകും. എങ്ങനെയാണ് അവർ ഈ ഒരു വഴികളിലൂടെ ആളുകളുമായി യാത്ര ചെയ്യുന്നത്, സൈക്കിൾ ചവിട്ടി പോകുന്നത് എന്നൊക്കെ ആലോചിച്ചാൽ തന്നെ നമ്മൾക്ക് ഉത്തരം കിട്ടില്ല. അത്രയും ഇടുങ്ങിയ വഴികളിലൂടെ ആളുകളുമായി സൈക്കിൾ റിക്ഷക്കാർ തലങ്ങും വിലങ്ങും പോകുന്നു. ഞങ്ങളും മെല്ലെ ആ തിരക്കിൽ തെരുവിൻ്റെ ഓരങ്ങളിലൂടെ നടത്തം തുടർന്നു. സൈക്കിൾ റിക്ഷക്കാർ എങ്ങനെയാണ് 2-3 ആളുകൾ ഇരുത്തിക്കൊണ്ട് ഇതിലൂടെയൊക്കെല്ലാം സൈക്കിൾ ചവിട്ടി പോകുന്നതെന്ന് ആലോചിച്ച് ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. അതുപോലെ 3 ചക്രമുള്ള ചെറിയ ഓട്ടോറിക്ഷ പോലെ, ഓപ്പൺ ചെയ്ത ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളും മോട്ടോർ സൈക്കിളും എല്ലാം ഈ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ഭാരം വഹിക്കുന്ന സാധനങ്ങളുമായി കടന്നു പോകുന്ന ചെറിയ വാഹനങ്ങൾ. അങ്ങനെ ഈ തെരുവ് ഞങ്ങളെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ തെരുവിൻ്റെ ഏറ്റവും തിരക്കേറിയ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 2 ഭാഗത്തും ചെറിയ ചെറിയ കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കും വിധത്തിൽ ഇലക്ട്രിക് ലൈനുകൾ ചുറ്റിലും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അതിന് നടുവിലൂടെയുള്ള വഴിയിലൂടെ ആളുകൾ തലങ്ങും വിലങ്ങും നടക്കുന്നു. പലതരം ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി ആളുകളെ മാടി വിളിച്ചുകൊണ്ട് ചുറ്റിലും കടക്കാർ. മധുരപലഹാരങ്ങൾ മുതൽ മാംസവിഭവങ്ങൾ വരെ നിരത്തി ആളുകളെ മാടി മാടി വിളിക്കുകയാണ് കച്ചവടക്കാർ.
ആദ്യമായി എത്തുന്നവരെ ഒരല്പം അസ്വസ്ഥതപ്പെടുത്തുന്നൊരു തിരക്കാണ് ഇവിടുത്തേത്. എന്നാൽ ഈ തിരക്ക് തന്നെയാണ് ഓൾഡ് ഡൽഹിയുടെ ഒരു പ്രധാനപ്പെട്ട സൗന്ദര്യമെന്നും നമുക്ക് പറയാൻ പറ്റും. ഒരു ദിവസം ഈ തെരുവിലൂടെ മാത്രം നടന്നു പോകുന്ന ആളുകളുടെ എണ്ണം എത്രയായിരിക്കും? അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും എവിടെ നിന്നായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക? ഇവരെല്ലാം എവിടെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക? ഈ ഭാഗങ്ങളിൽ മാത്രമുള്ള കടകളിൽ നടക്കുന്ന കച്ചവടം എത്രയായിരിക്കും? തുടങ്ങി പലതരം ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലൂടെ കയറി ഇറങ്ങിപ്പോയി. മനോഹരമായ അലങ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ആളുകളെ മോഹിപ്പിക്കാൻ വേണ്ടി റോഡിൻ്റെ വശങ്ങളിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ തെരുവിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യ ഗേറ്റ് അടക്കം ഡൽഹിയുടെ പല ഭാഗങ്ങളിലൂടെയും ഞങ്ങൾ യാത്ര ചെയ്തെങ്കിലും പഴയ ഡൽഹിയിലെ ഈ തെരുവിലൂടെയുള്ള നടത്തത്തിൻ്റെ കാഴ്ചകളാണ് എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടതായി തോന്നിയത്. കാരണം ആളുകളുടെ പലതരം ഇമോഷൻസ് ഞങ്ങൾക്ക് ഈ നടത്തത്തിലൂടെ കാണാൻ പറ്റി. തിരക്കിട്ടോടുന്നവർ, പലതരം കാഴ്ചകൾ കാണാനായി ഇറങ്ങി പുറപ്പെട്ടവർ, കച്ചവടക്കാർ, കുട്ടികളുമായി ഇറങ്ങിയവർ, പ്രാർത്ഥിക്കാനായി വരുന്നവർ, ഇതിലൂടെ സ്ഥിരം സഞ്ചരിക്കുന്നവർ, സൈക്കിൾ റിക്ഷക്കാർ, യാത്രക്കാർ, ഭാരം വഹിക്കുന്നവർ, അങ്ങനെ പലതരം ആളുകളെ നമ്മൾക്ക് ഈ വഴിയിലെല്ലാം കാണാൻ പറ്റി. അങ്ങനെ മെല്ലെ ഞങ്ങൾ ഡൽഹിയോട് വിട പറയുകയാണ്. കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് ഒഡീഷയും കൊൽക്കത്തയും വാരണാസിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തുടരുന്ന യാത്രയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ മെല്ലെ കടക്കാൻ പോകുന്നത്. ഡൽഹിയിൽ നിന്നും ഞങ്ങൾ മെല്ലെ മഞ്ഞ് പെയ്യുന്ന കശ്മീരിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ട്രാഫിക്കിൽ ഞങ്ങൾ മെല്ലെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു.